കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ നേരിട്ടെത്തിയ സ്ഥിതിഗതികൾ, അതിന്റെ ഒരുക്കങ്ങൾ ഒക്കെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലാണ് മിനിസ്റ്റർ അവസാന ഘട്ടത്തിലെ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ? ഞങ്ങൾ പൊതുവിൽ ഇവിടുത്തെ ക്രെയിനുകളുടെ പ്രവർത്തനം ഒരു ഓഫീസിൽ കേന്ദ്രീകരിച്ചിരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആണതെല്ലാം. എങ്ങനെയാണ് നാളെ ഇവിടെ എത്തുന്ന മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകളെല്ലാം അൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ ഞങ്ങൾക്ക് വന്ന് വിശദീകരിച്ചു തന്നു. അതെല്ലാം നേരിട്ട് അവരുടെ വിശദീകരണം കേട്ടപ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും ആവേശം കൊള്ളാനുമുള്ള വകകളാണ്. ലോകത്ത് എവിടെയും ഇല്ലാത്ത ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ, ഇപ്പം നമുക്ക് ഏറ്റവും നല്ല ആഴമുള്ളൊരു പ്രദേശം 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ള ഒരു കടലാണ് വിഴിഞ്ഞം പ്രദേശമാണ്. അതാണ് നമ്മുടെ ഈ തുറമുഖത്തിന് കിട്ടുന്ന സവിശേഷമായ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ആ സൗകര്യത്തോടു കൂടി ഈ തുറമുഖം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി മാറാൻ പോകുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകൾ അതിൻ്റെ പൂർണ്ണതയിലും എത്തിയിരിക്കുന്നു. അത് പരിശോധിക്കാനാണ് ഞങ്ങളെല്ലാം കൂടി എത്തിച്ചേർന്നത്. ഈ എത്തുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന മദർഷിപ്പിൽ നിന്നും 2000-ഓളം കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 350 മീറ്ററോളം നീളമുള്ള കപ്പലാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 9000-ഓളം കണ്ടെയ്നർ കയറാനുള്ള സൗകര്യമുണ്ട്. ആ സ്ഥാനത്ത് നാളെ ഇവിടെ അൺലോഡ് ചെയ്യുന്നത് 1960 കണ്ടെയ്നർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി അത് അൺലോഡ് ചെയ്യുന്നതോടു കൂടിയാണ് ട്രയൽ റൺ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. പിന്നീട് അത് ഈ തുറമുഖത്തുനിന്ന് നമ്മുടെ രാജ്യത്തിലെയും വിവിധ വിദേശ രാജ്യങ്ങളിലെയും തുറമുഖത്തേക്ക് മാറ്റിക്കൊണ്ടുപോവുകയാണ്. പിന്നീട് അതാണ് നമ്മൾ പ്രധാനമായും ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് സൂചിപ്പിക്കാൻ കാരണം. നമുക്ക് ഈ രംഗത്ത് ആദ്യം നമുക്ക് കരമാർഗമല്ല കാര്യങ്ങൾ പോകുന്നത്, കടൽ മാർഗം തന്നെ ഇവിടെ എത്തുന്ന കണ്ടെയ്നർ മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊടുക്കുന്ന വലിയ രൂപത്തിലുള്ള പോലെ ട്രയൽ എടുക്കുന്ന രൂപത്തിൽ വരിക. ഇപ്പോൾ എത്തുന്ന കപ്പലിനേക്കാൾ വലിയ 400 മീറ്റർ നീളമുള്ള കപ്പലാണ്. ഈ ട്രയൽ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ 2ാം ഘട്ടത്തിൽ വരുന്ന ഒരു കപ്പലെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് കുറേ കൂടി ഭീമാകാരനായ കപ്പലാണ്. അതിലിവരിവിടെ സൂചിപ്പിച്ചതനുസരിച്ച് 22,000 കണ്ടെയ്നർ വരെ അത് കയറുമെന്നാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. അപ്പോൾ എത്ര വലിയ സൗകര്യങ്ങളാണ് ഇതോടുകൂടി വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും ഇതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയ ഈ ഒരു കമ്മീഷനിങ്ങിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ കഴിഞ്ഞ ഒരു കാലഘട്ടം ഓർക്കേണ്ടത് തന്നെയല്ലേ? അത് നേരിട്ട് വന്ന അതിജീവനം എന്ന് പറയുന്നത് അത് വലുതല്ലേ? വലുതാണ്. നമ്മളിത് തുടക്കത്തിൽ തന്നെ ഈ പോർട്ടിൻ്റെ ആശയം തന്നെ വരുന്നത് 1996 നയനാർ ഗവൺമെൻറ് കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് വന്നത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ബഹുമാനായ A.K. ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പഠനങ്ങളൊന്നും കൂടാതെ അന്നൊരു പരസ്യം കൊടുത്ത് ഒരു ടെൻഡർ നടപടി സ്വീകരിച്ചു. ഒരു ചൈനീസ് കമ്പനി കോട്ട് ചെയ്ത് വന്നു. പക്ഷേ ചൈനീസ് കമ്പനി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് കേന്ദ്രം അതിന് അനുമതി കൊടുത്തില്ല. പിന്നീട് 2006 VS ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ വിജയകുമാറും ഇവർ രണ്ടുപേരും മുൻകൈ എടുത്ത് കേന്ദ്രത്തിൽ പോയി അതിന് അനുമതി ചോദിച്ചെങ്കിലും അനുമതി കൊടുത്തില്ല. വീണ്ടും ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രയിലെ ഒരു കമ്പനി കോട്ട് ചെയ്ത് മുന്നോട്ട് വന്നു. അവർക്ക് പ്രവർത്തനാനുമതി കൊടുത്തുകൊണ്ടുള്ള ലെറ്റർ കൊടുക്കുകയുണ്ടായി. അന്ന് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം സീപോർട്ട് ഉദ്ഘാടനം ചെയ്തും ആദ്യം VS ഗവൺമെൻറ് കാലത്ത് വിജയകുമാർ അന്ന് തുറമുഖ മന്ത്രിയായിരുന്നു, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ കമ്പനി എന്ന രൂപത്തിൽ ആദ്യത്തെ ഉദ്ഘാടനം നടന്നത്. അന്ന് അവർ ടെൻഡർ ചെയ്തെടുത്ത കമ്പനി ഹൈക്കോടതിയിൽ കേസ് വന്നുകൊണ്ട് അവർക്ക് ആ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് വന്നിട്ടുള്ള പിന്നീട് UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദാനിയുമായി ബന്ധപ്പെട്ട ചർച്ച എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഉള്ളടക്കത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില ന്യൂനതകളിലുണ്ടായിരുന്നു നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അത് തന്നെയാണ് ഒരു വലിയ രൂപത്തിൽ ഉയർന്നു വന്ന കാര്യമാണ്. പിന്നീട് ഇവിടെ പല രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിലെല്ലാം ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലം നമ്മൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരുമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത്. അതിൽ ആദ്യഘട്ടത്തിൽ പാറ കിട്ടാതുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു. അത് തമിഴ്നാടുമൊക്കെയായി ബന്ധപ്പെട്ട് അതിന് സൗകര്യമൊരുക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഓഖി ദുരന്തം ഉണ്ടായത്. കുറേ കാലത്തേക്ക് തടസ്സപ്പെട്ടു. പിന്നീട് ട്രൗട്ട
ചുഴലിക്കാറ്റ് വന്നു, അത് വീണ്ടും തടസ്സപ്പെട്ടു. 2018-ലെയും 19-ലെയും വെള്ളപ്പൊക്കം വന്നു, പ്രയാസങ്ങളുണ്ടാക്കി. പിന്നീട് കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ടുവന്നപ്പോൾ കുറേ കൂടി നമുക്ക് പ്രയാസങ്ങളുണ്ടാക്കി. ഇത്തരം പ്രതിസന്ധികളെല്ലാം കടന്നു വന്നപ്പോഴാണ് ചെറിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നത്. അതിനെ സംസ്ഥാന ഗവൺമെൻറ് ഏറെ സമയത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും നേരിട്ട് ഈ നിശ്ചയദാർഢ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എടുത്ത നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇന്നിത് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിൽ എത്തിച്ചേർന്നത്. സംസ്ഥാന ഗവൺമെൻറ് നല്ല ഇച്ഛാശക്തിയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ 1ഉം 2ഉം ഗവൺമെൻറ്റുകൾ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ശ്രദ്ധാപൂർവമായ ജാഗ്രതാപൂർണമായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോകമാകെ നമ്മളെ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലവും വികസന ചരിത്ര പശ്ചാത്തലവും വളർന്നു വരുന്നു എന്നുള്ള ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാവുകയാണ്. ഇനിയിപ്പോൾ ട്രയൽ റൺ, അതിനുശേഷം ആദ്യഘട്ട കമ്മീഷനിങ്, ഈ കമ്മീഷനിങ് കൂടി കഴിയുമ്പോഴേക്കും ലോകത്തിലെ പല തുറമുഖങ്ങളെയും വിഴിഞ്ഞം പിന്തള്ളും എന്നുള്ളത് കൂടിയാണ് ഒരു വിലയിരുത്തൽ. സംശയമില്ല. കമ്മീഷനിങ് കഴിയുന്നതോടുകൂടി ഇന്ന് ലോകത്ത് നമ്മൾ പലപ്പോഴും അഭയം പ്രാപിച്ചിരുന്ന കൊളംബോ ആയിരുന്നാലും അതുപോലെ ദുബായ് ആയിരുന്നാലും അങ്ങനെ വിവിധ വിദേശ രാജ്യങ്ങളിലെ മദർഷിപ്പുകൾ വന്നെടുക്കുന്ന തുറമുഖങ്ങളെക്കാളെല്ലാം സൗകര്യങ്ങളും അതോടെ പ്രകൃതിദത്തമായ സൗന്ദര്യവും ഉള്ള ഒരു വിഴിഞ്ഞം തുറമുഖം മാറുമ്പോൾ നമുക്ക് മറ്റേത് തുറമുഖത്തെക്കാളും മുന്നിൽ വരാൻ കഴിയുന്ന സാഹചര്യം ഇതിൻ്റെ 2ഉം 3ഉം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴേക്ക് വരികയാണ്. അത് എല്ലാം കൂടി പൂർത്തീകരിക്കണമെങ്കിൽ 2028 ആവും. അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. ഏതായാലും വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ മിഴി തുറക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് തന്നെയാണ് ഒരു സർക്കാരിൻ്റെ, LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏതായാലും ട്രയൽ റണ്ണിന് വേണ്ടിയും പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും സജു കാഞ്ഞിരംകുളത്തിനൊപ്പം എസ് ഷീജ, കൈരളി ന്യൂസ്.